നമ്മളെ വീടിന് മുൻവശത്തുള്ള വളപ്പിലാണ് കേട്ടോ ഇന്ന് വല ഇട്ടേക്കണത്. അപ്പോൾ വല പിടിക്കാൻ വന്നതാണ്. ഡിസ്കോ വലയാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വലയല്ല കേട്ടോ ഇത് 80ൻ്റെ വലയാണ് ഉള്ളിലിട്ടിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്കൊരു കരിമീൻ കിട്ടിയിട്ടുണ്ട്. നല്ല മുഴുത്ത കരിമീനാണ്. നമുക്ക് മുഴുത്ത 2 ഉണ്ട് കേട്ടോ. നമുക്ക് മുഴുത്ത കരിമീൻ മാത്രമേ കിട്ടത്തുള്ളൂ ഇടത്തെ. 4 പേരിൽ വലിപ്പമുള്ള കണ്ണിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മുഴുത്ത മാത്രമേ ഇട്ടുള്ളൂ. ചെറിയൊന്നും ഇട്ട് വീഴത്തില്ല കേട്ടോ. ഈ വളപ്പെന്ന് പറയണേ നമ്മൾ നേരത്തെ ചെമ്മീൻ വളർത്തിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ അത് കായലിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. അതിൻ്റെ ചിറയൊക്കെ പോയിട്ട് തുറന്ന് കിടക്കുവാണ് കേട്ടോ. അപ്പോൾ കായലിലുള്ള മീൻ തന്നെയാണ് ഇങ്ങോട്ട് കയറണത്. വീണ്ടും നമുക്ക് കരിമീനാണ് വരുന്നത്. 2 3 ഉണ്ട് കേട്ടോ. അതും ഇപ്പോൾ കിട്ടിയ സൈസ് തന്നെ കരിമീനാണ്. ഈ വലയിൽ നമുക്ക് കരിമീൻ അല്ലെങ്കിൽ സിലോപ്പി അല്ലെങ്കിൽ ഞണ്ടൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ. വേറെ മീനൊന്നും കിട്ടത്തില്ല കേട്ടോ. ഇത് വലിയ കണ്ണിയായ കാരണം കൂരി, പ്രാഞ്ഞിലി അതുപോലെ മീനൊന്നും കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ഈ വല ഉപയോഗിക്കാറില്ല. കരിമീൻ കിട്ടുന്ന സീസണിൽ മാത്രം നമ്മൾ എടുക്കാറുള്ളൂ കേട്ടോ. ഇതാ വീണ്ടും ഒരു കരിമീനാണ്. ഈ സൈസ് കരിമീനാണ് കൂടുതൽ കിട്ടുന്നത്. വീണ്ടും ഒരു കരിമീൻ തന്നെയാണ്. ഇത് കുറച്ചുകൂടി മുഴുത്ത കരിമീനാണ്. ഈ മുഴുത്ത കരിമീൻ കിട്ടുമ്പോഴേ കണ്ണി പൊട്ടിച്ച് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതാണ് ഈ വലയുടെ ഏറ്റവും വലിയ കുഴപ്പം. പക്ഷെ കണ്ണി പൊട്ടിച്ചാൽ നമ്മളൊരു 3-4 മാസമൊക്കെ വല ഉപയോഗിക്കാറുള്ളൂ. അതിനുള്ളിൽ തന്നെ നമ്മുടെ മുതലും ലാഭമൊക്കെ പോരും കേട്ടോ. അടുത്ത 2 കരിമീൻ വരുന്നുണ്ട്. ഇത് പായലിൻ്റെ കാല് ചീഞ്ഞാണ് കേട്ടോ ഈ കിടക്കണത്. ഈ അഴുക്ക് പോലെ കാണുന്നത്. ഈ വല നമ്മൾ തന്നെ കെട്ടിയെടുക്കുന്നതാണേ. നമ്മൾ എറണാകുളത്ത് പോയി വല എടുത്തിട്ട് നമ്മൾ തന്നെ കെട്ടിയെടുക്കുന്നതാണ്. അതിപ്പോൾ കിട്ടിയിരിക്കുന്നത് നമുക്ക് അത്യാവശ്യം മുഴുത്ത വള്ളത്തിയാണ് കേട്ടോ. നമുക്ക് ഈ സൈസ് വള്ളത്തിയാണ് കൂടുതലും കിട്ടണത്. വീണ്ടും നമുക്കൊരു കരിമീൻ വരുന്നുണ്ട്. ഇന്ന് കിട്ടിയത് മുഴുവൻ കരിമീനാണ് കേട്ടോ. 2 ഉണ്ട് കേട്ടോ. ഒരെണ്ണം ഇച്ചിരി ഉള്ളത് ഇച്ചിരി ചെറുതെന്ന് പറയുന്നത് ഇപ്പോൾ കിട്ടിയതാണ്. അതായത് 2 ഉണ്ട്. നമ്മുടെ ചാനൽ ഇഷ്ടംമാതിരി വീഡിയോ കിടപ്പുണ്ട് കേട്ടോ. സമയം കിട്ടുമ്പോൾ കയറി കാണണേ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സഹായിക്കണം കേട്ടോ. വീണ്ടും നമുക്കൊരു ചത്ത കരിമീൻ വേണുണ്ടേ. ഞണ്ട് കടിച്ചാണ് കേട്ടോ. അത് നമുക്ക് എടുക്കാം. നമ്മൾ ഞണ്ടിട്ടിട്ടുണ്ട്, അതിന് കൊടുക്കാം തീറ്റയായിട്ടേ. വീണ്ടും ഒരു കരിമീൻ പറഞ്ഞുണ്ട്. അതിപ്പോൾ ഉടക്കി കളഞ്ഞു കേട്ടോ. നല്ലോണം പിടക്കണുണ്ടേ. ആ ടൈപ്പ് തന്നെ കരിമീനാണ്. അടുത്ത് നമുക്കൊരു സിലോപ്പിയാണ് കേട്ടോ. മുഴുത്ത സിലോപ്പിയാണ്. കഴിഞ്ഞ പ്രാവശ്യം വലയിട്ടപ്പോൾ നമുക്ക് 3-4 കിട്ടിയായിരുന്നേ. നല്ല സിലോപ്പിയാണ്. പകലാണ് ഇത് കൂടുതൽ ഉടക്കണത്. വീണ്ടും ഒരു സിലോപ്പി തന്നെയാണ്. ആ കയ്യിൽ നിന്ന് പോയി. അത് ഞണ്ട് കടിച്ച് കേട്ടോ. നമുക്കൊരു ഞണ്ട് കിട്ടിയായിരുന്നേ. ചെറുതായതുകൊണ്ട് ഞാൻ വീഡിയോ കാണിക്കാറുന്നതാണ്. ഇതേപോലെ ആ സിലോപ്പിനെ കടിച്ച് പിടിച്ചിരിക്കുവാണേ. ഇതാ വിട്ട് പോന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഇത്രയും മീൻ കിട്ടിയിട്ടുണ്ടേ. അതിനകത്ത് ഒക്കെ നിൽക്കാനുള്ള സ്ഥലമില്ല. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതാ വീണ്ടും നമുക്കൊരു സിലോപ്പി തന്നെയാണ് കേട്ടോ. അത് ആ സൈസ് തന്നെയാണ്. നമ്മൾ പകൽ സമയം കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സിലോപ്പി കിട്ടും. പക്ഷേ കിടക്കണ കരിമീൻ ചത്തു. അതുകൊണ്ടാണ് കൂടുതൽ ഇട്ടേക്കാത്തത്. ഇതും ആ ടൈപ്പ് തന്നെ ഒരു സിലോപ്പിയാണ്. നമുക്ക് എന്താ പാടം ഇത് കായലുമായിട്ട് തുറന്ന് കിടക്കുന്ന സ്ഥലമാണ്. വീണ്ടും ഒരു കരിമീനുണ്ട്, ഒരു സിലോപ്പിയുണ്ട്. സിലോപ്പി നമുക്ക് കുറച്ച് മുമ്പ് കിട്ടിയ സൈസ് തന്നെയാണ്. കരിമീൻ ഇതാണ്. പിന്നെ പായൽ കിടക്കുന്ന വെച്ചാണ്. മൊത്തം പായലാണ്. നമുക്ക് പല റെഡിയാക്കി എടുക്കുന്ന വെച്ച് പാടുള്ള കാര്യമാണ്. പക്ഷെ മീൻ കിട്ടുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. അതുവാ ഞണ്ടിനെ കടിച്ചിട്ടുണ്ട് കേട്ടോ. കിടക്കട്ടെ. വീണ്ടും 2 കരിമീൻ വരുന്നുണ്ട്. നല്ല മുഴുത്ത കരിമീനാണ് കേട്ടോ. അടുത്തത് അത് മുഴുത്ത കരിമീൻ തന്നെയാണ്. നമ്മുടെ ചാനൽ ഇഷ്ടമായ വീഡിയോ കിടപ്പുണ്ട് കേട്ടോ. സമയം കിട്ടുമ്പോൾ കയറി കാണണേ. വീണ്ടും ഒരു സിലോപ്പിയാണ് ചത്ത് പോയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചീഞ്ഞിട്ടുണ്ട്. നമുക്ക് ഞണ്ടിന് കൊടുക്കാവേ. വീണ്ടും കരിമീൻ തന്നെയാണ്. ആ കിട്ടിയ സൈസ് തന്നെ കരിമീനാണേ. വീണ്ടും ഒരു മുഴുത്ത കരിമീൻ വരുന്നുണ്ട്. പായലിൻ്റെ അകത്താണ് കേട്ടോ. നമുക്ക് പിന്നെ എടുക്കാം. നമുക്ക് വല പിടിച്ച് വെക്കാം. വീണ്ടും ഒരു കരിമീനാണേ. നമുക്ക് അവസാനം എടുക്കാം കേട്ടോ. അതൊക്കെ പായലിൻ്റെ അകത്താണ് വല. വീണ്ടും ഓർമ്മയുണ്ട്. അതും മുഴുത്ത കരിമീനാണേ. പായലുമായിട്ട് ചുറ്റി കിടക്കും. നമ്മുടെ വല ഏകദേശം തീർന്നിട്ടുണ്ട് കേട്ടോ. കിട്ടിയ മീൻ മുഴുവൻ നന്നായിട്ട് കാണിച്ചു തരാവേ. ജീവനുള്ള നമ്മൾ പാത്രത്തിൽ ഇട്ടിട്ടുണ്ട്. ബോക്സിലായിട്ട് ഒഴിച്ച് കാണിച്ചു തരാം കേട്ടോ. അതാണ് ഇച്ചിരി വെള്ളം കൂടുതൽ. നമുക്ക് ഇച്ചിരി വെള്ളം കളഞ്ഞിട്ട് കാണിച്ചു തരാവേ.
ഇത്രയും മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക്. ഇനി വല ഒരു 3 കരിമീൻ കൂടി കിടപ്പണ്ടേ, അതുകൂടി എടുക്കാതെ. നമ്മളവിടെ പായലായതുകൊണ്ട് എടുത്ത് വെച്ചിരുന്നതാണേ. അത് നല്ല മുഴുത്ത കരിമീൻ തന്നെയാണ് 3 ഉള്ളത്. നമ്മുടെ ചാനൽ ഇഷ്ടംമാതിരി വീഡിയോ കിടപ്പണ്ടേ, സമയം കിട്ടുമ്പോൾ കയറി കാണണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ സഹായിക്കണേ. നമ്മളിതിനെ കൊല്ലാതിരുന്നത് കൊല്ലിയിടത്താണ് കേട്ടോ, നമ്മുടെ വല കൊണ്ടുണ്ടാക്കിയത്. എന്നിട്ട് വെള്ളത്തിൽ ഇട്ടേക്കാണ് ചെയ്യണത്. അവിടെ കാണിച്ചു തരാം കേട്ടോ. അതാണ് നമ്മുടെ കൊല്ലിയെ. 5-6 കിലോ കരിമീൻ കിടക്കും കേട്ടോ അതിൻ്റെ അകത്ത്. ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ.